മസ്തിഷ്ക മരണത്തെ തുടർന്ന് അവയവങ്ങൾ ദാനം ചെയ്ത വിനോദിന്റെ കുടുംബത്തിന് സിപിഐഎം വീട് വെച്ച് നൽകി. മന്ത്രി കെ.എൻ. ബാലഗോപാൽ താക്കോൽ കൈമാറി. നാട്ടുകാരെ സാക്ഷി നിർത്തി വിനോദിന്റെ കുടുംബം പാല് കാച്ചി. കിടക്കാടമായി പലരും ആക്ഷേപിച്ചിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്. എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഞാൻ ജീവിച്ചു പോരുമായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഈ കിടക്കാട. അത് ഒരു സാറെനിക്ക് വിളിച്ചു തന്നു, തങ്കശ്ശേരി സജീവ് എന്ന് പറയും. ആ സാറെനിക്ക് വിളിച്ചു തന്നു, മരണം തൊട്ട് വിളിക്കുമായിരുന്നു. അത് CPM ആരെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് അവർ മുഖേന എനിക്ക് ഈ വീടിന്ന് പൂർത്തീകരിച്ച് കിട്ടി. ഒരുപാട് ഹെൽപ്പ് അവർ ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. സംസ്ഥാന ചരിത്രത്തിൽ ഇടം നേടി ഏറ്റവും കൂടുതൽ അവയവദാനം നടത്തിയ കിളികല്ലൂർ കുന്നിമേൽ ചെമ്പ്രാവിളത്തൊടിയിൽ വിനോദിന് CPM കല്ലുന്താഴം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ കൈമാറിയിരുന്നു. വിനോദിന്റെ സഹധർമ്മിണി സുജാത പാല് കാച്ചി. സന്മനസ്സുള്ള സജീവ് 3 സെന്റ് ഭൂമി ദാനം ചെയ്യാൻ തയ്യാറായപ്പോൾ CPM കല്ലുന്താഴം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിനോദിന്റെ കുടുംബത്തിന് വീട് വെച്ച് കൈമാറുകയായിരുന്നു. CPMന്റെ കല്ലന്താട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഒരു കൂട്ടായ്മയാണ് സുജാത വിനോദിൻ്റെ ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. 2022 ജനുവരി 4 കൊല്ലത്ത് അയത്തിൽ ജംഗ്ഷൻ വെച്ചുണ്ടായ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ട വിനോദിൻ്റെ അവയവങ്ങൾ, അവരുടെ ആന്തരാവയവങ്ങളും കൈ ഉൾപ്പെടെയുള്ള അവയവങ്ങൾ ദാനമായി നൽകാൻ വിനോദിൻ്റെ ഭാര്യയും മക്കളും തയ്യാറായി. തുടർന്ന് 8 പേരുടെ ജീവൻ രക്ഷിക്കാനാണ് ഈ ഒരു മരണം വഴി അവർക്ക് യഥാർത്ഥത്തിൽ സാധിച്ചത്. അത്തരത്തിൽ വലിയ സംഭവമായിട്ട്, മനുഷ്യത്വപരമായ ഏറ്റവും വലിയ ഒരു സംഭവമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. ഇത്തരം വലിയൊരു മഹത്തായ കൃത്യം ചെയ്ത സുജാത വിനോദിൻ്റെയും കുടുംബത്തെയും ഈ സമൂഹം ചേർത്ത് നിർത്തേണ്ടതും സഹായിക്കേണ്ടതും നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് ഞങ്ങൾ ഈ പരിപാടി ഏറ്റെടുത്ത് ഇങ്ങനെ വിജയപ്രദമാക്കിയിരിക്കുന്നത്. സംഘാടക സമിതി രക്ഷാധികാരി S. പ്രസാദ്, CPM ജില്ലാ കമ്മിറ്റി അംഗം S. ഗീതാകുമാരി, സംഘാടക സമിതി ചെയർമാൻ R. സുജിത് കുമാർ, ലോക്കൽ സെക്രട്ടറി N. ശശിധരൻ, S. ജയൻ, കൗൺസിലർ രാജശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.